ആരോ ഒരാൾ ഭാഗം 18. അതെ, ഇത് സച്ചുവാണ്, എൻ്റെ പൊന്നുമോൻ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കടമയിലേക്ക് കടക്കാം. ഞാൻ പുറത്തുണ്ടാകും, എൻ്റെ മകൻ്റെ അവസാന യാത്രയുടെ ഒരുക്കത്തിനായി. അവർ അത് പറഞ്ഞുകൊണ്ട് വല്ലാത്ത തേങ്ങലോടെ പുറത്തേക്കോടി. വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മോർച്ചറിയുടെ വാതിൽക്കൽ എല്ലാവരും തളർന്നിരുന്നു. ആർക്ക് ആരെ ആശ്വസിപ്പിക്കണം എന്നറിയാത്ത തകർന്ന് തരിപ്പണമായ അവസ്ഥ. മരണത്തിൻ്റെ ഭീകരമായ തണുപ്പ് ആ രണ്ട് കുടുംബങ്ങളെയും വല്ലാതെ മൂടിയിരുന്നു. മകൻ്റെ നഷ്ടത്തിൽ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്ന സൂസൻ്റെ തൊട്ടടുത്തായി ജാസ്മിൻ കല്ലുപോലെ നിശ്ചലമായിരുന്നു. മനോനില തെറ്റിയതുപോലുള്ള അവളുടെ ആ ഇരിപ്പ് കാണുന്നവരുടെ ഹൃദയത്തിൽ ഭയം നിറച്ചു. വെള്ള നിറത്തിലുള്ള ജുബയണിഞ്ഞ് തൻ്റെ നേർക്ക് കൈനീട്ടുന്ന സച്ചിനെ കണ്ട് മെർലിൻ അതിശയത്തോടെ നോക്കി. സച്ചുവിൻ്റെ മുഖത്തെ ശോഭ അവളുടെ മുഖത്തേക്ക് ശാന്തമായ ഒരു പുഞ്ചിരിയായി പടർന്നു. സച്ചുവേട്ട, അപ്പോൾ ഞാൻ കണ്ടതെല്ലാം വെറും നുണയായിരുന്നു അല്ലേ? ഞാൻ എത്ര പേടിച്ചെന്നറിയോ? മോൾ എന്തിനാ പേടിച്ചേ? ഈ ഏട്ടൻ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനാകില്ല, അറിഞ്ഞുകൂടെ? എന്താ ഇത്, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? നമുക്ക് വീട്ടിൽ പോകണ്ടേ? സച്ചു അവൾക്ക് നേരെ സ്നേഹത്തോടെ കൈകൾ നീട്ടി. പോകാം സച്ചുവേട്ട. റോഷൻ അവനാകെ തകർന്നിരിക്കുക. സച്ചുവേട്ടൻ അപകടത്തിൽപ്പെട്ടെന്ന് കരുതി. വളർന്നെങ്കിലും അവന് ബുദ്ധിയില്ല സച്ചുവേട്ട. അവനൊരു മണ്ടന അല്ലേ? തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മെർലിൻ സച്ചുവിന് നേരെ കൈകൾ നീട്ടി. ആ കൈകളുടെ കരുത്തിലേക്ക് ലയിക്കും മുന്നേ തൻ്റെ കൈകളിൽ മഞ്ഞിൻ്റെ തണുപ്പ് പടരുന്നത് അവൾ അറിഞ്ഞു. വീണ്ടും അവൾ അവന് നേരെ കൈകൾ നീട്ടി. അവൻ്റെ കൈകളെ എത്തിപ്പിടിക്കാനായി ശ്രമിച്ചു. പെട്ടെന്ന് മഞ്ഞുരുകും പോലെ സച്ചിൻ മാഞ്ഞു പോകുന്ന കാഴ്ച അത് അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അവളുടെ സന്തോഷങ്ങളുടെ ലോകം തകർന്നടിഞ്ഞു. സച്ചുവേട്ട! ഒരു അലർച്ചയോടെ മെർലിൻ ചാടി എഴുന്നേറ്റു. മേഡം, റിലാക്സ്. എന്തുപറ്റി? എന്തെങ്കിലും സ്വപ്നം കണ്ടോ? അവളുടെ സമീപത്തിരുന്ന നേഴ്സ് അനുകമ്പയോട് ചോദിച്ചു. ഞാനിതെവിടെയാ? എൻ്റെ സച്ചുവേട്ടൻ. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. നിങ്ങൾ പെട്ടെന്ന് ഫെയിൻ്റായി. അതുകൊണ്ട് ഒബ്സർവേഷന് വേണ്ടി മാത്രം കുറച്ചു നേരം ഇവിടെ കിടത്തിയേക്കുകയാണ്. പേടിക്കേണ്ട, നിങ്ങളുടെ ബ്രദർ ആ ബെഡിലുണ്ട്. സിസ്റ്റർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. തൻ്റെ ബെഡിനോട് ചേർന്നുള്ള ബെഡിൽ നിസ്സഹായനായി കിടക്കുന്ന റോഷൻ. കുറേയേറെ നേരം അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. പിന്നെ പതുക്കെ ആ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഈ സമയത്ത് താൻ കൂടി തളർന്നാൽ? പെട്ടെന്ന് അങ്ങനെയൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആ ബോധ്യം അവളെ കൂടുതൽ കരുത്തുറ്റ ഒരു സ്ത്രീയാക്കി മാറ്റി. അവൾ പതുക്കെ എഴുന്നേറ്റ് റോഷൻ്റെ അടുത്തേക്ക് ചെന്ന് ആ മുടിയിഴകളിൽ സ്നേഹത്തോടെ തലോടി. റോഷ്, എന്തൊരു കിടപ്പാ ഇത്. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാനും ഒന്ന് തളർന്നുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമുക്ക് പോയേ പറ്റൂ. നമ്മളിലും ഏറെ തളരുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അത് മറന്നു പോകരുത്. തളർന്ന മിഴികളോടെ തന്നെ നോക്കിയ റോഷനോടായി അവൾ പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ വേദന കലർന്ന നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. രണ്ടുപേരും ഓക്കെ ആയോ? തളർച്ച മാറിയെങ്കിൽ ഇവിടെ കിടക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് പോകാം. അവിടേക്ക് വന്ന ഡോക്ടറുടെ ശബ്ദം അവരുടെ കാതുകളിൽ മുഴങ്ങി. യെസ് ഡോക്ടർ, ഞങ്ങൾ പോകാൻ തയ്യാറാകുകയാണ്. പെട്ടെന്ന് പോകണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മെർലിൻ അത് പറയുമ്പോഴേക്കും ഒരു പോലീസ് ഓഫീസർ അവർക്കരികിലേക്ക് വന്നിരുന്നു. ഡോക്ടർ, എല്ലാവരും മോർച്ചറിക്ക് പുറത്തുണ്ട്. ഡോക്ടർ സൂസൻ മകൻ്റെ ശരീരം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അവരൊക്കെ വല്ലാതെ തകർന്നു പോയിരിക്കുന്നു. നിങ്ങളുടെ ഈ അവസ്ഥയിൽ ഞാൻ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ചെറുപ്പക്കാരല്ലേ? നിങ്ങൾ കുറച്ചുകൂടി ആത്മധൈര്യം കാണിക്കേണ്ടിയിരിക്കുന്നു. ബന്ധങ്ങളുടെ വില മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഓഫീസർ റോഷനെയും മെർലിനെയും നോക്കി പറഞ്ഞു. വാ, നമുക്ക് പോകാം. ഇനി സമയം കളയാനില്ല. നമുക്ക് നമ്മുടെ കടമകൾ ഒരുപാടുണ്ട്.
സച്ചുവേട്ടൻ്റെ മരണം അതൊരിക്കലും ഒരു അപകട മരണമായി എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തതിനു ശേഷം നമുക്ക് പോലീസിൽ പരാതി കൊടുക്കണം. എവിടെയോ ഇരുന്ന് ആരോ നിയന്ത്രിക്കുന്ന പാവകളായി നമ്മൾ മാറാൻ പാടില്ല. അത് പറഞ്ഞുകൊണ്ട് മെർലിൻ റോഷനെ നോക്കി. അവൻ വല്ലാത്ത ഭയത്തോടെ ഒരഭയം പോലെ അവളുടെ കൈകളെ മുറുകെ പിടിച്ചു. എന്താടാ ഇത്, കൊച്ചുകുട്ടികളെ പോലെ? ഞാനില്ലേ നിന്റെ കൂടെ? റോഷന്റെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് മെർലിൻ പറയുമ്പോൾ അവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഡാ, ആത്മധൈര്യം കളയല്ലേ, ഞാൻ ഉണ്ടാകും നിനക്കൊപ്പം, ധൈര്യമായിരിക്കെ. അവൻ്റെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ആശുപത്രി കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് അവൾ നടന്നു. അപ്പോൾ മെർലിൻ്റെ കാലുകൾക്ക് വല്ലാത്ത ശക്തിയുണ്ടായിരുന്നു, ആ പെൺമനസ്സിന് പൊരുതാനുള്ള ഉറപ്പും. പുറത്തെത്തിയ അവരെ കണ്ടപ്പോൾ അവിടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലുകളുടെ ശബ്ദം ഉച്ചത്തിലായി. മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങളുമായി അവരെ വളഞ്ഞു. എല്ലാത്തിനും ഉത്തരവുമായി ഞങ്ങൾ വരും. അതു പറയുമ്പോൾ മെർലിൻ്റെ ശബ്ദത്തിന് വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. റോഷന്റെ കൈകളിലെ പിടിവിടാതെ അവൾ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കായി വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴും അതൊന്നും അറിയാതെ ശോശനാമ്മ അവരുടെ കോളിനായി കാത്തിരിക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് പ്രണയത്താൽ മുറിവേറ്റ മനസ്സിൻ്റെ വിങ്ങലോടെയാണ് സച്ചുവിനുള്ള മണിയറ അലങ്കരിക്കാനായി അവർ ആ വീട്ടിലേക്ക് പോയതെങ്കിൽ ഇപ്പോൾ ഒരിക്കലും ഉണക്കാനാകാത്ത വലിയൊരു മുറിവിൻ്റെ വേദനയിൽ തകർന്ന മനസ്സോടെയാണ് ഈ യാത്ര. വിവാഹമേളത്തിൻ്റെ അലയടികൾ അവസാനിക്കും മുൻപേ തന്നെ വീണ്ടും ഒരു വരവേൽപ്പിനായി മാളിയേക്കൽ തറവാടിനെ ഒരുക്കാനുള്ള യാത്ര. ആരാണോ ആ കുടുംബത്തിലേക്ക് ശാശ്വതമായ സന്തോഷം ആദ്യമായി കൊണ്ടുവന്നത്, താരാട്ടുപാട്ടിനാൽ ആ വീട്ടിൽ സന്തോഷ കൊട്ടാരം തീർത്തത്, അതെ, അവനു വേണ്ടി മാത്രമായി ഒരിക്കൽ കൂടി ഒരു വലിയ വരവേൽപ്പ്. മെർലിനും റോഷനും വീട്ടിലേക്ക് കുതിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു. വിവാഹപ്രഭയിൽ മുങ്ങി നിന്നിരുന്ന വീട്ടിൽ വെള്ള നിറത്തിലുള്ള പന്തലുകൾ ഉയർന്നു. ആ കാഴ്ചയൊന്നും കാണാനുള്ള ശക്തിയില്ലാതെ റോഷൻ കണ്ണുകൾ അടച്ച് കാൽമുട്ടിൽ മുഖം താങ്ങിയിരുന്നു. സച്ചുവേട്ടൻ്റെ വരവിനു വേണ്ടിയുള്ള ആ കാത്തിരിപ്പിൽ ആ രാത്രി നീണ്ടു. രണ്ടു മാതാപിതാക്കളും വല്ലാതെ തകർന്നു പോയിരുന്നു. കരയുവാൻ പോലും ശേഷിയില്ലാതെ അവർ വല്ലാതെ തളർന്നിരുന്നു. സൂസന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ജാസ്മിനെ കാണുന്നതായിരുന്നു എല്ലാവർക്കും ഏറ്റവും വലിയ വേദന. അതൊന്നും കാണാനുള്ള ശേഷിയില്ലാതെ റോഷൻ ഫെർണാണ്ടസിന്റെ മടിയിലേക്ക് ചാഞ്ഞു. അവിടെയും എല്ലാവർക്കും അത്ഭുതമായി മാറിയത് മെർലിനായിരുന്നു. എത്ര ഓടിയിട്ടും തളരാത്ത മനസ്സുമായി അവൾ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച് ആ വീടുകൾക്ക് ഒരത്താണിയായി മാറി. അതിതീവ്രമായ ദുഃഖം ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി അവൾ നിന്നു. പുലർച്ചെ തന്നെ ഫെർണാണ്ടസിന്റെ ഫോൺ ശബ്ദിച്ചു. ആ കോളും അറ്റൻഡ് ചെയ്തത് മെർലിനായിരുന്നു. അതിൽ നിന്ന് വന്ന വാക്കുകൾ അവൾക്ക് സഹിക്കാനാകുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും തൻ്റെ ഉള്ളിലെ തീവ്ര ദുഃഖം ഒതുക്കി അവൾ കരുത്തോടെ റോഷന്റെ അടുത്തേക്ക് നടന്നു. റോഷൻ, SI ആണ് വിളിച്ചത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു. 10 മണിയാകുമ്പോഴേക്കും സച്ചുവേട്ടൻ ഇവിടേക്ക് വരാനായി റെഡിയാകും. നമുക്ക് പോകണ്ടേ നമ്മുടെ സച്ചുവേട്ടനെ കൊണ്ടുവരാൻ? തളർന്ന മനസ്സോടെ ഭിത്തിയിൽ ചാരിയിരുന്ന റോഷന്റെ അരികിലിരുന്ന് മെർലിൻ ചോദിച്ചു. പോകണം, നമുക്ക് പോകണം. അല്ലെങ്കിലും എപ്പോഴും നമ്മൾ 3 പേരുമല്ലേ കൂട്ട്. എടി, എൻ്റെ സച്ചുവേട്ടന് വേദനിച്ചിട്ടുണ്ടാകുമോ? ആ ചോദ്യം ചോദിച്ചിട്ട് അല്പനേരം അവൻ എന്തോ ആലോചിച്ചിരുന്നു. പിന്നെ തുടർന്നു പറയാൻ തുടങ്ങി. ഞാൻ എന്തൊരു മണ്ടൻ ചോദ്യമല്ലേ ചോദിക്കുന്നേ? കീറി മുറിക്കുമ്പോൾ വേദന ഉണ്ടാകാതിരിക്കുമോ? നീ ഒരു ഡോക്ടറല്ലേ, നീ തന്നെ പറ, എൻ്റെ സച്ചുവേട്ടൻ അവന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന്. റോഷൻ വീണ്ടും അവളുടെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ചോദിച്ചു. അവൻ്റെ ആ ചോദ്യം അവളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. എടാ, സച്ചുവേട്ടന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരും. പക്ഷേ ഇപ്പോഴല്ല, പിന്നീടൊരിക്കൽ. ആദ്യം നമുക്ക് സച്ചുവേട്ടനെ കൊണ്ടുവരണം. അതിനുശേഷം ഇനി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം സച്ചുവേട്ടൻ്റെ ജീവൻ എടുത്തവരോടുള്ള പ്രതികാരമാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സച്ചുവേട്ടന് അപകടമുണ്ടായതാണെന്ന്. മെർലിൻ അത് പറയുമ്പോൾ റോഷൻ ഭയത്തോടെ അവളെ നോക്കി. നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ ഏറ്റവും പതുക്കെ വണ്ടി ഓടിക്കുന്നത് ആരാ? നമ്മുടെ സച്ചു അല്ലേ?
പിന്നെ എത്ര എമർജൻസി ആണെങ്കിലും അദ്ദേഹം ഒരു സ്പീഡ് വിട്ട് വണ്ടി ഓടിച്ച് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെങ്ങനെ ഈ അപകടമുണ്ടായി? അതുകൊണ്ട് സച്ചുവേട്ടൻ്റെ മരണം അതൊരു അപകട മരണമായി ഞാൻ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം സച്ചുവേട്ടൻ്റെ കൊലയാളിക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെ സച്ചുവേട്ടനെ ഇല്ലാതാക്കിയത് ആരാണെങ്കിലും അയാളെ ഞാൻ ബാക്കി വെക്കില്ല. നീ വാ. മെർലിൻ അത് പറയുമ്പോൾ ഇന്നലെ വരെ ആ കണ്ണുകളിൽ കണ്ട പ്രണയത്തിനു പകരം അവിടെ പ്രതികാരം ആഞ്ഞടിക്കുന്നത് റോഷൻ കണ്ടു. അവളുടെ വാക്കുകളുടെ ശക്തിയിൽ റോഷൻ ചാടി എഴുന്നേറ്റു. അതുവരെ ഉണ്ടായിരുന്ന തളർച്ച അവനെ വിട്ടുപോയി. അവൻ്റെ സിരകളിലും പ്രതികാരത്തിൻ്റെ രക്തം ചൂടുപിടിച്ചു. എങ്കിലും അവൾ പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കാനാകാതെ റോഷൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ഇത് അപകട മരണമല്ലെങ്കിൽ പിന്നെ ആര്? എന്തിനു വേണ്ടി? സച്ചു. അവൻ എപ്പോഴും എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ആരെയും വേദനിപ്പിച്ചതായി എനിക്കറിയില്ല. മെർലിനോടൊപ്പം പുറത്തെ വണ്ടിയിലേക്ക് കയറുമ്പോൾ അതായിരുന്നു റോഷൻ ചിന്തിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷം സച്ചിൻ്റെ മൃതദേഹവും ഏറ്റുവാങ്ങിയുള്ള മടക്കയാത്രയിൽ മെർലിൻ മനസ്സിൻ്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. തുന്നിക്കൂട്ടി ഒരു മുഖമെന്ന രൂപത്തിലേക്ക് ആരൊക്കെയോ ചേർത്തൊപ്പിച്ചു വെച്ച സച്ചുവേട്ടൻ്റെ മുഖത്തേക്ക് അവൾ ഇമവെട്ടാതെ നോക്കിയിരുന്നു. ആ മുഖത്തിൻ്റെ അപ്പോഴുള്ള രൂപം അവൾ മനസ്സിൽ ആവാഹിക്കുകയായിരുന്നു. ഈ പ്രതികാരം, അതിൻ്റെ ചൂട് ഒട്ടും കുറയാൻ പാടില്ല. അതിന് ഈ മുഖം എപ്പോഴും തൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അവൾ ഉറച്ച തീരുമാനത്തിലായിരുന്നു. ആരായിരിക്കും ഇതിനു പിന്നിൽ? പല പല മുഖങ്ങളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. പക്ഷേ ഒന്നിനും ഒരു വ്യക്തതയില്ല. അവൾ നിസ്സംഗതയോടെ സച്ചുവിൻ്റെ പൊതിഞ്ഞു കെട്ടിയ തലയിലൂടെ വിരലുകൾ ഓടിച്ചു. ആരാ സച്ചുവേട്ട? ആരാ ഇതിനു പിന്നിൽ? അറിയാമെങ്കിൽ ഈ കൊച്ചനുജത്തിയോട് ഒന്ന് പറഞ്ഞു തായോ? അവൾ ഹൃദയം തകർന്ന് ജ്യേഷ്ഠനോട് ചോദിച്ചു. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാൻ. സച്ചിൻ്റെ മൃതദേഹം മാളിയേക്കൽ തറവാട്ടിൽ അവസാന യാത്രയ്ക്കായി ആംബുലൻസിലെത്തിക്കുമ്പോൾ ആ ഗാനത്തിൻ്റെ ഈരടികൾ ആ തറവാടിൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് വാനിൽ നിന്നും ഉയർന്നു കേട്ടു. വെള്ളപ്പൂക്കൾ പട്ടുമെത്ത വിരിച്ച ആ പെട്ടിക്കുള്ളിൽ സച്ചു അനക്കമറ്റു കിടന്നു. താൻ പിച്ച വെച്ച് നടന്ന തൻ്റെ ജന്മഗ്രഹത്തിൻ്റെ മുൻപിൽ ആരോടും ഒന്നും പറയാനാകാത്ത ഒരു ആത്മാവിൻ്റെ നൊമ്പരം നിറഞ്ഞു. ആരൊക്കെയോ അലമുറയിട്ട് കരയുന്നു. മരണത്തിൻ്റെ ക്രൂരമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനാകാതെ ആ കുടുംബം പകച്ചു നിന്നു. കൊച്ചുമോൻ്റെ വിവാഹത്തിനായി കൈനിറയെ സമ്മാനങ്ങളുമായി കാനഡയിൽ നിന്നെത്തിയ അവൻ്റെ മുത്തശ്ശൻ്റെ മുൻപിൽ നിശ്ചലനായ തൻ്റെ മകനെ കാണിച്ചു കൊടുക്കുമ്പോൾ സൂസൻ അലറിക്കരയുന്നുണ്ടായിരുന്നു. ആർക്കും ആരെയും ആശ്വസിപ്പിക്കാനാകാത്ത അവസ്ഥ. എല്ലാവരും തളർന്നിരിക്കുമ്പോഴും മെർലിൻ എല്ലാവർക്കും ആശ്വാസമായി ആ വീട്ടിൽ ഓടി നടന്നു. ഒരിക്കൽ പോലും കണ്ണുകൾ നനയാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ഇടയ്ക്കിടെ കീറി മുറിച്ച് തുന്നിച്ചേർത്ത തൻ്റെ സച്ചുവേട്ടൻ്റെ രൂപത്തിലേക്ക് നോക്കാൻ അവൾ മറന്നില്ല. ഇതിനു ശേഷമുള്ള ദിവസങ്ങൾ പ്രതികാരത്തിൻ്റെതാണ്. ആ പ്രതികാരത്തിൻ്റെ മൂർച്ച കുറയാൻ പാടില്ല. സച്ചുവേട്ടനെ ഇല്ലാതാക്കിയവരോട് ക്ഷമിക്കാനും പാടില്ല. കരയുന്നില്ലെങ്കിലും അവൾ അത് മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം തന്നെ സുമംഗലിയും വിധവയുമാക്കപ്പെട്ട തൻ്റെ മരുമകളെ വർഗീസ് ചേർത്ത് പിടിച്ചു. ഒരു തുള്ളി കണ്ണീരില്ലാതെ അവൾ ആ പിതൃസ്നേഹത്തിൻ്റെ തണലിലേക്ക് ചാഞ്ഞിരിക്കുന്നത് മെർലിൻ കണ്ടു. മനസ്സിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പാവം പെൺകുട്ടി. അവളെ ആശ്വസിപ്പിക്കാൻ തനിക്കാവില്ല. പറഞ്ഞു കേട്ടിടത്തോളം ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചതാണ് ജാസ്മിൻ. ഒരുപക്ഷെ ഈ വേദനയെയും അതിജീവിക്കാൻ അവൾക്ക് സാധിക്കും. മെർലിൻ്റെ മനസ്സിൽ അങ്ങനെ പല പല ചിന്തകളും കടന്നുപോയി. ഒരുപാട് താമസിക്കാതെ തന്നെ വൈദികനെത്തി. സച്ചുവിൻ്റെ അന്ത്യകർമ്മങ്ങളുടെ ചടങ്ങുകൾ ആരംഭിച്ചു. തനിക്ക് ചുറ്റും മുഴങ്ങുന്ന ശബ്ദകോലാഹലങ്ങൾ മെർലിനിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. എന്നാൽ റോഷൻ, അവനൊരു സാധാരണ മനുഷ്യനായി പെട്ടെന്ന് തന്നെ മാറി. തൻ്റെ പ്രിയപ്പെട്ടതിനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വെറും സാധാരണ മനുഷ്യൻ. സച്ചിൻ്റെ ചേതനയേറ്റ ശരീരത്തെ കെട്ടിപ്പിടിച്ച് അവൻ അലമുറയിട്ട് കരഞ്ഞു. സച്ചിൻ, അവൻ ഒരിക്കലും തനിക്കൊരു ജ്യേഷ്ഠൻ മാത്രമായിരുന്നില്ല. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അതിലും മുകളിലായിരുന്നു സച്ചുവിൻ്റെ സ്ഥാനം. എൻ്റെ സഹോദരങ്ങളെ
ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വൈദികൻ്റെ ആ വാക്കുകൾ മെർലിൻ്റെ ചെവിയിൽ മുഴങ്ങി. അപ്പോൾ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നത് തൻ്റെ മുൻപിൽ നിന്ന ആ രൂപത്തിലായിരുന്നു. സായ. അവളുടെ കണ്ണുകൾ മുഴുവനും സച്ചിൻ്റെ മുഖത്താണ്. ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം അതെന്താണെന്ന് മനസ്സിലാക്കാനാകുന്നില്ല. ക്രൂരമായ എന്തോ ഒരു ഭാവം. അവളുടെ മിഴികളിൽ നീർത്തുള്ളികളില്ല. മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം അത് പ്രതികാരമോ പകയോ എന്തൊക്കെയോ ആണ്. അത് മെർലിനെ വല്ലാതെ ഭയപ്പെടുത്തി. സച്ചുവേട്ടനെ അവൾ സ്നേഹിച്ചത് എത്രമാത്രമാണെന്ന് തനിക്കറിയാവുന്നതുപോലെ ഈ ലോകത്ത് മറ്റാർക്കും അറിയില്ല. ഒരുപക്ഷെ ഇവളായിരിക്കുമോ എൻ്റെ സച്ചുവേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദി? കൊല്ലും ഞാൻ അവളെ. സായയുടെ വാക്കുകൾ മെർലിൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇല്ല, ഇവൾക്കൊരിക്കലും സച്ചുവേട്ടനെ കൊല്ലാനാകില്ല. അങ്ങനെ ഒന്ന് ചെയ്യാൻ ഇവൾ താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ജാസ്മിനെ മാത്രമായിരിക്കും. കാരണം സായ സ്നേഹിച്ചത് സച്ചുവിനെയാണ്. ഈ വിവാഹം അതൊരിക്കലും നടക്കാൻ പാടില്ല. സായയുടെ ശബ്ദം മെർലിൻ്റെ കാതുകളിൽ വീണ്ടും വീണ്ടും അലയടിച്ചുകൊണ്ടേയിരുന്നു. മെർലിൻ്റെ കണ്ണുകൾ വീണ്ടും ജാസ്മിനിൽ പതിച്ചു. ആ കണ്ണുകളിൽ പ്രത്യേകിച്ചൊരു ഭാവമില്ല. നിരാശയുടെ ഭാവമോ പ്രത്യാശയുടെ ഭാവമോ എന്തിന് ജീവനുള്ള ഭാവമോ പോലും അവളിൽ കാണാൻ മെർലിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വിടവാങ്ങും നശ്വരമുലകിൽ വിടുതേനിക്കായി നൽകിയ വസതി. ഭൂമിയിലെ വസതിയിൽ നിന്നും മരണമടഞ്ഞവർ യാത്രയാകുമ്പോൾ പാടുന്ന പാട്ട്. അതെ, സച്ചുവേട്ടൻ യാത്രയാകുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത യാത്ര. അന്തിമ ചുംബനം നൽകാനായി എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ട് വൈദികൻ പിൻവാങ്ങുമ്പോൾ ഓരോരുത്തരായി സച്ചുവിനെ ചുംബിച്ചു മടങ്ങി. അപ്പോഴും മെർലിൻ ഓരോരുത്തരെയായി പഠിക്കുകയായിരുന്നു. എവിടെയാണ്, ആരാണ് സച്ചുവേട്ടൻ്റെ കൊലയാളി? അയാൾ ഇവിടെ എവിടെയോ ഉണ്ട്. അയാൾ മറഞ്ഞിരുന്ന് ഈ കാഴ്ചകൾ കണ്ട് ചിരിക്കുന്നുണ്ടാകും. അവൾ സായയെ പാളി നോക്കി. അവൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതേ നിൽപ്പ് തന്നെ നിൽക്കുന്നു. അവൾ ആ മൃതദേഹത്തിൽ ചുംബിക്കുന്നുമില്ല. മെർലിൻ്റെ നോട്ടം വീണ്ടും ജാസ്മിനിൽ പതിച്ചു. അവൾ സച്ചുവിനെ ചുംബിക്കുമ്പോഴും കരയുന്നുണ്ടായിരുന്നില്ല. നിസ്സംഗമായി യാന്ത്രികമായി ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നുവെന്ന് മാത്രം. വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്ക് വേറെന്ത് ഭാവമുണ്ടാകാൻ? മെർലിൻ അതിനും സ്വയം ഉത്തരം കണ്ടെത്തി. സച്ചുവേട്ടൻ പിറന്ന വീടിനോടും സ്വന്തം ബന്ധങ്ങളോടും യാത്ര പറയുന്ന വേദനിപ്പിക്കുന്ന നിമിഷം. തൻ്റെ ശാശ്വത ഭവനമായ സ്വർഗത്തിലേക്ക് അദ്ദേഹം മടങ്ങുന്നു. എല്ലാവരും ചുംബിച്ചു മാറി നിന്നപ്പോൾ മെർലിൻ സച്ചിൻ്റെ മുഖത്തോട് മുഖമടുപ്പിച്ചു. സച്ചുവേട്ട, ഈ അനുജത്തി ഏട്ടന് വേണ്ടി കരയില്ല. എൻ്റെ ഏട്ടൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ഏട്ടൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാതെ ഈ അനുജത്തിയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വരില്ല. ഇത് സത്യം. ആ ചെവിയോരം അവൾ പറഞ്ഞത് സച്ചിൻ്റെ ആത്മാവ് എവിടെയോ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതെ, ഇതൊരു പ്രതികാരത്തിൻ്റെ കഥയാണ്. ഹൃദയം കൊണ്ട് അനുജത്തിയെ സ്നേഹിച്ച ഏട്ടനോടുള്ള കടപ്പാടിൻ്റെ കഥ. അപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് മുഖം പാതി മറച്ച ആ കണ്ണുകൾ ആ ശരീരത്തിലേക്ക് പാളി നോക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ക്രൂരമായ മുഖത്ത് ഒരു പുഞ്ചിരി മിന്നിമറഞ്ഞു. ഇനിയും ഒരുപാട് മരണങ്ങൾ നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു എന്നാണോ ആ കണ്ണുകൾ പറഞ്ഞത്? ആരോ ഒരാൾ തുടരും. പ്രിയമുള്ളവരെ, വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിൽ കൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നതെങ്കിലും ഞാൻ ഉറപ്പു തരാം, അവസാനം നിങ്ങൾക്ക് സന്തോഷിക്കാനായി എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാകുമെന്ന്. അടുത്ത ഭാഗവുമായി വീണ്ടും വരും വരെ ടാറ്റാ, ബൈ ബൈ, സ്റ്റേ സേഫ്. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്.